ഹായ് ഹലോ. നമ്മൾ ബാക്ക് ബോട്ട് നെക്കും ഫ്രണ്ട് നല്ല ഡീപ്പ് നെക്കുമായിട്ട് ഇതേപോലെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഷോൾഡർ മെഷർമെൻറ്റ് എടുക്കുക? നമ്മൾ ബോട്ട് നെക്കിൽ ഷോൾഡർ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ ഹാഫാണ് എടുക്കുക എന്നറിയാം. അപ്പോൾ ഫ്രണ്ടിലും അതേ മെഷർമെൻറ്റ് തന്നെയാണോ എടുക്കേണ്ടത്? അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് എൻ്റെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ബാക്ക് ബോട്ട് നെക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് ഫുൾ ഷോൾഡറിൻ്റെ രണ്ടിലൊന്നാണ് നമ്മൾ എടുക്കുന്നത്. എക്സാമ്പിൾ ഒരു 14 ആണ് ഫുൾ ഷോൾഡർ എന്ന് വെച്ചാൽ അതിൻ്റെ രണ്ടിലൊന്ന് 7 കിട്ടും. അപ്പോൾ 7 നമ്മൾ ബോട്ട് നെക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഡീപ്പ് നെക്കിന് വേണ്ടിയിട്ട് എങ്ങനെ എടുക്കേണ്ടത്? ബാക്ക് ബോട്ട് നെക്കിന് എത്രയാണോ എടുത്തത് അതിൽ നിന്ന് നമ്മൾ 0.75 മൈനസ് ചെയ്യുക. അപ്പോൾ ബാക്ക് ബോട്ടിനൊക്കെ നമ്മൾ 7 ആണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്നും 0.75 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 6.25 കിട്ടും. അതാണ് നമ്മുടെ ഫ്രണ്ട് ഷോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്